ഹേ ഗായ്സ് വെൽക്കം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അടിപൊളിയല്ല, എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഫോൺ വാങ്ങിയിട്ടുണ്ട്. അമ്മൂമ്മ ഞാനും കൂടെ പോയിട്ട് ആ ഫോണ് ഞാൻ കാണിച്ചേക്കാം. അയ്യോ ഇതല്ല കേട്ടോ, ഇതുമല്ല, ഇത് എൻ്റെ ഫോൺ. ഞാനിപ്പോൾ ടാബാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫോൺ, ഞാൻ കാണിച്ചു തരാം. പുതിയത് A07 എന്നോട്സ് A07 ആണ്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഓക്കെ, ഞാനിപ്പോൾ ടാബാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ടാബ് കാണാൻ പറ്റുന്നുണ്ട്. ഇതെൻ്റെ ടാബാണ്. അയ്യോ, ഇപ്പം കാണാൻ പറ്റണ്ട എൻ്റെ ടാബ്. ഞാൻ ടാബാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ മറ്റേ ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫോൺ. ബ്രൈറ്റ്നസ് ഓർക്കിട്ട്. ഓക്കെ, ഇതാണ് ഫോൺ വരുന്നത്. കുഴപ്പമില്ല, നല്ല ഫോണാണ്. അമ്മൂമ്മൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരം ഫോണാണ് ഗേസ്. അപ്പം ഇതൊക്കെ മതിയാവും. എല്ലാം ഇതൊന്ന് ഭയങ്കര ഒരു മിനിറ്റ്, ഞാൻ ഇതിലത്തെ ബ്രൈറ്റ്നസ് കുറയ്ക്കട്ടെ, എന്നാൽ കാണാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ്. എല്ലാം തുടങ്ങിയിട്ടുള്ളൂ. ഇൻസ്റ്റഗ്രാമൊന്നും അമ്മൂമ്മ ഉപയോഗിക്കില്ല, എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ പിന്നെ അമ്മൂമ്മ ഭക്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഫുള്ള് എന്തിട്ടേക്ക് ഇത് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുക, പിന്നെ രാഷ്ട്രീയമൊക്കെയാണ്. അപ്പോൾ പിന്നെ ചാർജറും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ചാർജർ. അവർ പറഞ്ഞു ഞാൻ ആദ്യം ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ എത്ര സമയം 12:27 അല്ലേ? 12:27. നേരമായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. ഞാൻ എണിച്ചപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ ഇവരെല്ലാവരും ലേറ്റായിട്ട് എണിച്ചു ഗൈസ് വീട്ടിലത്തെ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇപ്പം 12:28. അപ്പോൾ വിശന്നിട്ട് പാടില്ല, അതുകൊണ്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാനൊരു സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലവ് ഇൻഷുറൻസ് കമ്പനി. അതെങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പടം കണ്ടു നോക്കട്ടെ. ആ പടം ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ A07 5G. ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? ഇതിൽ 4K സപ്പോർട്ട് ചെയ്യില്ല ഗൈസ്. ഒരു 4K സപ്പോർട്ട് ചെയ്യില്ല. ഇത് 2K വരെ ഉള്ളൂ ഗൈസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. എൻ്റെ കയ്യിലിരിക്കുന്ന ടാബ് അറിയോ? ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയോ? ഏകദേശം 3-4 വർഷം പഴക്കമുണ്ട്. ഇത് നല്ല വിലയുള്ള ടാബാണ്. എൻ്റെ റിലേറ്റീവ് തന്നതാണ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പഠിക്കണ്ടോ അതുമില്ല. അപ്പോൾ അതിൽ 4K സപ്പോർട്ട് ചെയ്യും. 8K കിട്ടില്ല, 4K സപ്പോർട്ട് ചെയ്യും. ഇതിൽ 4K സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ നല്ല ക്യാമറയാണ്. അപ്പോൾ നല്ല ക്യാമറ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ തന്നെയാണ്. നാച്ചുറൽ. ഇതെന്നിട്ട് കളർ ടോണോ? ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് 4K. ഇതിൽ പിന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യണം, നല്ല കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ ടാബിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിളിച്ചാൽ കിട്ടില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നേ ഉപയോഗിച്ച ഇതെനിക്കൊരു അമ്മൂമ്മയാണ് തന്നത്. എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ തന്നതാണ് എനിക്ക്. അപ്പോൾ ആൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് കുറേ വർഷം, ഏകദേശം ഒരു 5 വർഷം പഴക്കം ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. 2020-21 ടൈമിലാണ് തോന്നുന്നു വാങ്ങിയത്, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ എന്താ പറയുക, അത്ര വർഷം പഴക്കമുണ്ട്. ഈ ഫോൺ വാങ്ങിയ കാര്യം പറയാം. ഇന്നലെ എത്രാം തീയതി ആയിരുന്നു? ഇന്ന് 6-ാം തീയതി. ഇന്നലെ 5-ാം തീയതി ഞാൻ പോയി ഇത് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. ഒരു 15K ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു തരത്തിലൊരു ഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചു. ക്യാമറ അല്ല, സോറി, ഫോൺ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു സാധാരണ കടയിൽ പോയി. അപ്പോൾ സാധാരണ കടയിൽ പോയപ്പോൾ അവരെന്തിട്ടാ കാണിക്കണേ? ഓപ്പോ, വിവോ പിന്നെയും കുഴപ്പമില്ല. ഓപ്പോയൊക്കെ വാങ്ങിയുള്ളൊരവസ്ഥ. അവർ പറയാണ് കേടുപാടുകളൊക്കെ കുറവ്. ഈ നേരത്തെ കാണിച്ച ഫോണിൽ ഞാൻ കാണിച്ചു തരാം.
ഈ ഫോണിൽ ഇതാണ് പോക്കോ 6 എത്ര ഇങ്ങോട്ടാണ് ഇതിൻ്റെ വില 10K അണ്ടർ 10K ആണ്. ഇതിൻ്റെ കവർ പിടിച്ചിട്ട് കാണിച്ചുതരാം. വിവോ X200 പോലെ ഉണ്ട് ഇത് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി. പെട്ടെന്നൊരു ദിവസം വീണിട്ടൊന്നുമില്ലേ, പെട്ടെന്നൊരു ദിവസം ഡിസ്പ്ലേ അങ്ങോട്ട് പോയി. ഇത് വാങ്ങിയിട്ട് ഒരു വർഷം കൂടെ ആയിട്ടുള്ളൂ. ഇത് 2025 വാങ്ങിയതാണ്. ഇത് ഡിസ്പ്ലേ മൊത്തത്തിൽ പോയി, പണിയിരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡാറ്റാസൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അതൊക്കെ തിരിച്ചു കിട്ടി. കാരണം അമ്മൂമ്മേൻ്റെ ഇമെയിൽ ID എൻ്റെ ഇതിലുണ്ടായി, എൻ്റെ ടാബിലുണ്ടായി. ഞാൻ അതിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് അതിലാണ് കിടക്കണേ. ഞാൻ കൊറോണ ടൈമിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായില്ല, അമ്മൂമ്മേൻ്റെ ഫോൺ വെച്ചിട്ടാണ് കളിക്കാറ്. അപ്പോൾ അതിൽ നല്ല അക്കൗണ്ടായിരുന്നു അത്. അപ്പോൾ ആ അക്കൗണ്ട് ഞാൻ ടാബിൽ കളിക്കുമ്പോൾ നല്ല അക്കൗണ്ട് വേണ്ട. അപ്പോൾ അതുകൊണ്ട് അകത്ത് ഇമെയിൽ ID ഞാൻ ഇതിൽ സൈൻ ചെയ്തു. വളരെ നല്ല കാര്യമാണ്, ഉപകാരപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇതിൽ സൈൻ ഇൻ ചെയ്യണ്ടേ, അതിൽ മറ്റേ എന്താ പറയുക, ഒരേ ഡിവൈസിൻ്റെ ഓണേഴ്സ് നമ്മളാണെന്ന് അഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അത് നമുക്ക് എന്താ പറയുക, അക്കൗണ്ട് നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാം കിട്ടി, കോണ്ടാക്ട്സ് ഒക്കെ തിരിച്ച് കിട്ടി ഭാഗ്യത്തിന്. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഓപ്പോ വിവോ ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മൂട് നൈസായിട്ട് ഇറങ്ങാൻ നമുക്ക് മൈജിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. ഇത് ഏകദേശം 15 17,000 17,000 കൂടെ എന്തുകൊണ്ട് 16,500. പിന്നെ ഈ കവറും പിന്നെ ഇതൊക്കെ വാങ്ങിയപ്പോൾ 17,500 കൂടെ ആയി. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാണ്, ഡീസൻറ്റ് ഫോണാണ്. അമ്മൂമ്മയ്ക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് ഈ ടാബ് മതി, എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വിശന്നത് കാരണം ഞാൻ ഇത്രയ്ക്കും ഭയങ്കര ആക്റ്റീവായത്. ഞാൻ അല്ലെങ്കിൽ ഇത്രയ്ക്ക് സംസാരിക്കാറും കൂടിയില്ല. അപ്പോൾ കുഴപ്പമില്ലാത്ത ഫോണാണ്, നല്ല ഫോണാണ്. ഞാൻ രാവിലെ ഭക്ഷണം വെച്ചിട്ടില്ല കേസ്, വെള്ളം കുടിക്കട്ടെ, വെള്ളമില്ല. അപ്പോൾ എന്തിട്ടാണോ കഴിക്കാൻ? ഇഡ്ഡലി ഉണ്ട് കേട്ടോ കേസ്, ഭാഗ്യം. അപ്പോൾ ഇനി കഴിക്കട്ടെ. ഇനി രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളെന്താ പറയുക, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യുക, കഴിച്ചു കഴിഞ്ഞിട്ട് സിനിമ കാണാം. സിനിമ കണ്ടതിന് ശേഷം വേറെന്ത് പരിപാടി, വേറൊന്നുമില്ല കേസ്. അയ്യോ ഞാൻ എങ്ങോട്ടൊന്നും എനിക്ക് സംശയം. വേറൊന്നുമില്ല, സിനിമ കഴിഞ്ഞിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം കേസ്. ഓക്കെ, ഹായ് ഗായ്സ്, എല്ലാവർക്കും എന്താ പറയുക, ഞാൻ ഇപ്പോൾ വൈകിയ സമയം വൈകിട്ടായി. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ പടം കണ്ടു കേട്ടോ കേസ്. എല്ലാവർക്കും പടം കണ്ടു. ഒരു എന്താ പറയുക, വയ്യാണ്ട കേസ് പടം കണ്ടിട്ട്. ഒരു എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ കേസ്. എന്നാലും കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. വല്ലാതെ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായില്ല. അങ്ങനെ കൊള്ളാമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. പക്ഷേ ഒരു ചെറിയൊരു സ്റ്റോറിയാണ്, അതിലാണ് പോകുന്നത്. അപ്പോൾ അത് എനിക്കത്ര അത്രയ്ക്കും വളർച്ചയുള്ളൂ ആ സിനിമയ്ക്ക്, അതിൻ്റെ കൂടുതലില്ല. പിന്നെ ഞാൻ ആ പടം കാണാനുള്ള കാരണം കൃതി ഷെട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃതി ഷെട്ടിനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പടം കണ്ടത്. അപ്പോൾ ഗൈസ് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കൃതി ഷെട്ടിന് ഒരു രക്ഷ ഇതിനെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഞാൻ ചിലപ്പോൾ രാത്രി നമ്മൾ എന്താ പറയുക മറ്റേ ഇതിന് പോവും, നമ്മുടെ ഉത്സവത്തിന്, കൂടൽമാണിക്യ ഉത്സവത്തിന്. അവിടെ വെച്ചുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് പക്ഷേ ഈ വ്ളോഗിൽ കാണില്ല, ഞാൻ വേറെ വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.